എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ വീക്കിലി അപ്ഡേറ്റ്സുകളാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ റിലീസാവാൻ പോകുന്ന വലിയ സിനിമകൾ. നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ, പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കൊച്ചു സിനിമകളുണ്ട് നമ്മൾ അറിയാത്തത്. അത് നമുക്ക് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് അത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല. മിസ്സായി പോയിട്ടുണ്ടാവും, സഹൃദയം ക്ഷമിക്കുക. അത്രേ ഉള്ളൂ. പോലെ അതെ, ഏത് വീഡിയോയിലും ഒരു മാപ്പിലുള്ള സാധനം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മളായിട്ട് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അത് സ്ഥിരമുള്ളതാ. എന്താണെങ്കിലും ഫെബ്രുവരി 2 മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഓക്കെ, ഫെബ്രുവരി 2 വരാൻ പോകുന്ന 3-4 സിനിമകളുണ്ട്. അതിൽ ഫസ്റ്റ് അയ്യർ ഇൻ അറേബ്യ. നമ്മുടെ ധ്യാനിന്റെ അവിടെ, അതായത് ഓരോ വെള്ളിയാഴ്ചയിലും വന്നിട്ട് ഓരോ ബോംബിടുന്ന ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന സിനിമ. എന്തായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. M.A. നിഷാദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ധ്യാനുണ്ട്, പിന്നെ മുകേഷ്, ദുർഗാകൃഷ്ണ, ഉർവശി, അങ്ങനെയാണ് കാസ്റ്റിംഗ് പോയിട്ടുള്ളത് കേട്ടോ. സംഭവം ഈ ഇതിനെ കുറിച്ച് ഇതിപ്പോ നമ്മുടെ മുകേഷ് കാണുന്നുണ്ടെങ്കിൽ എടേ അല്പം അന്തസ് വേണേ, അന്തസ് ധ്യാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ ഒന്നുമില്ല, ഇത്രയും പ്രായമായില്ലടാ. ധ്യാൻ ഇത്രയും സിനിമ ചെയ്യുന്നില്ലേ? വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 1-2 പേരില് ഒരാളാണ്. എന്താണെങ്കിലും അടുത്തതായിട്ട് ഫെബ്രുവരി 2 റിലീസിന് വരുന്നത് LLB ആണ്. AM സിദ്ദീഖ് ഡയറക്ട് ചെയ്യുന്ന സിനിമ. ശ്രീനാഥ് ബാസിയും വിശാഖ് നായറും. ഫെബ്രുവരി 2 വിശാഖ് നായർ വേറെ സിനിമയും കൂടി ഉണ്ട്, അത് പറയാം. ലാലു അലക്സ്, സുധീഷ് എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലുള്ളത്. യെസ്, ഇനി പറയാം. ഫെബ്രുവരി 2 വരാൻ പോകുന്ന വിശാഖ് നായരുടെ സിനിമ എക്സിറ്റ്. ഓക്കെ, ഒരു വ്യത്യസ്തമായ രൂപത്തിലും ലുക്കിലും മട്ടിലൊക്കെയാണ് ആ സിനിമയിൽ വരുന്നത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമയാണ് എക്സിറ്റ്. ഷഹീമാണ് സിനിമയുടെ ഡയറക്ടർ. വിശാഖ് നായറും പിന്നെ ഹരീഷ് പേരടിയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാസ്റ്റിംഗിൽ വന്നിട്ടുള്ളത്. ഹരീഷ് പേരടി ഉണ്ട്. ആഞ്ജനേയ. അതെ, 3 എണ്ണമാണ് ഈ നമുക്ക് അറിയുന്നത് കേട്ടോ. നമ്മുടെ അറിവിലുള്ള 3 സിനിമകളാണ് ഇപ്പൊ പറഞ്ഞത്. യെസ്, ഇനി വരാൻ പോകുന്ന ഫെബ്രുവരി 8-നാണ്. പറഞ്ഞോ. ഞാൻ 3 എണ്ണം പറഞ്ഞു, നീ പറഞ്ഞു. ഫെബ്രുവരി 8 വരാൻ പോകുന്ന സിനിമ ഒന്ന് നമുക്ക് അറിയാവുന്ന സിനിമ തെലുങ്കിൽ നിന്നാണ്. യാത്ര എന്ന സിനിമയുടെ 2ാം ഭാഗം യാത്ര 2. അതായത് YSRന്റെ കഥയാണ് യാത്ര ഫസ്റ്റിൽ പറഞ്ഞത്. ഇതിൽ JSRന്റെ കഥ. GB ആണ് ഇതിൽ JSR ആയിട്ട് വരുന്നത്, അതായത് YSRന്റെ മകനായിട്ട്. പിന്നെ എന്തെങ്കിലും പറയണ്ട അതിൽ? ഡയറക്ടറിന്റെ പേര് മറന്നുപോയി. എന്താണ്? ആളാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഈ സിനിമയിലുള്ളൂ എന്നുള്ളതാണ്. അതായത് പുതിയ പോർഷൻ, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് 20 മിനിറ്റിന്റെ അടുത്തോളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. അത്യാവശ്യം തർക്കമില്ലാത്ത രീതിയിലുണ്ടാവും. അതെ. ഇതിനുശേഷം ഫെബ്രുവരി 8 ഒരൊറ്റ സിനിമ മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്നേ ഉള്ളൂ. ഫെബ്രുവരി 9 ഇനി വരാനുള്ളൂ. അതാണ് നമ്മൾ കൂടുതൽ കാത്തിരിക്കുന്ന ആ ദിവസം. അതായത് ഫെബ്രുവരി 9 2 വലിയ സിനിമകളുണ്ട്. ഒന്ന് മലയാളത്തിൽ നിന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത് നമ്മുടെ ടൊവിനോ നായകനാവുന്ന സിനിമയാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു കുറച്ച് കാലം പിന്നോട്ട് സഞ്ചരിച്ച് ഒരു എത്ര വർഷത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കുറച്ച് പഴയതാണ് സിനിമ, കുറച്ച് പഴയ കാലഘട്ടത്തിലുള്ള സിനിമ. എന്താണെങ്കിൽ ഇന്നലെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളാം, ഗംഭീരമായിട്ടുള്ള ട്രെയിലർ ആയിരുന്നു കേട്ടോ. അടുത്തത് ലാൽ സലാം. അല്ല, അങ്ങനല്ല, ലാൽ സലാം എന്ന് പറഞ്ഞതേ പറഞ്ഞു, ബാക്കി പറഞ്ഞു. ലാൽ സലാം സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 9-നാണ്. ഇതിനെ പേടിച്ചിട്ടാണ് നമ്മുടെ ഈഗിൾ സിനിമ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് കത്തയച്ചത്, ഒന്ന് മാറ്റി തരുമോന്ന് ചോദിച്ചിട്ട്. അവിടെ റിലീസ്. അതെ, ലാൽ സലാം, അതായത് നമ്മുടെ രജനീകാന്ത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, ഗസ്റ്റ് റോൾ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സമയം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഐശ്വര്യ രജനീകാന്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ വിഷ്ണു വിശാൽ, പിന്നെ മറ്റൊരാളും കൂടി ഉണ്ട് കേട്ടോ അതിൽ പ്രധാന വേഷത്തിൽ. 2 കളിക്കാരാണ്. പിന്നെ കപിൽ ദേവ് ഉണ്ട്, കാമിയോ റോൾ. അതാണ് കാമിയോ, ശരിക്കും കാമിയോ എന്ന് പറയുന്നത് ശരിക്കും കപിൽ ദേവിന്റെ. അടുത്തത് ഈഗിൾ. മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതെ, ഫെബ്രുവരി 9 തന്നെയാണ് റിലീസിനെത്തുന്നത്. ഈഗിൾ, നമ്മുടെ രവി തേജയാണ് നായകനായിട്ട് വരുന്നത്. കാർത്തിക് ഘട്ടംനേനി. ഘട്ടംനേനിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
നല്ല, അതായത് വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. രവി തേജയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ട് വരുന്ന സിനിമയാണ്. സിനിമ അതിന് മുൻപ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സിനിമകൾക്കിടയിൽ മുങ്ങിപ്പോകണ്ടെന്ന് കരുതിയിട്ട് മാറ്റിച്ചതാണ്. അപ്പോൾ അതേ മുന്നിൽ വന്ന് കിടക്കുന്നു ലാൽ സലാം. വലിയ സിനിമയിലാണെങ്കിൽ മുങ്ങി പോകണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഫെബ്രുവരി 9 കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. റെസ്റ്റ് വേണ്ടേ? പിന്നെ കാരണം നമുക്ക് ലോണ് കിട്ടണല്ലോ. ലോൺ എടുത്തിട്ടാണല്ലോ നമ്മൾ ഓരോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഉണ്ടല്ലോ. അതെ. പിന്നെ വരുന്നത് ഫെബ്രുവരി 15-നാണ്. ഫെബ്രുവരി 15-ന് ഓ മൈ ഗോഡ്, ബ്രഹ്മയുഗം, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ബ്രഹ്മയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമ. മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, അമാൾഡ, പിന്നെ മണികണ്ഠൻ ആചാരി, അങ്ങനെ ഇത്രയും പേര് അഭിനയിക്കുന്ന സിനിമയാണ്. നമ്മൾ പല ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്ന് തോന്നുന്ന സിനിമ വരുന്നത്. നമ്മൾ പല പോസ്റ്റേഴ്സും ഒക്കെ കണ്ടായിരുന്നു. സംഭവം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ. എന്തായാലും മേജർ പോർഷൻസ് ഒക്കെ ഏതാണ്ട് ഒരു ഇത്ര ശതമാനം, അതായത് 90% അടുത്തോളെങ്കിലും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഊഹട്ടോ. ഉറപ്പൊന്നുമില്ല, നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നതാണ്, ഉറപ്പൊന്നുമില്ല. എന്തായാലും ബ്രഹ്മയുഗം ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം രാഹുൽ സദാശിവൻ ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമ. മമ്മൂട്ടി അതിൽ കുഞ്ചമൻ പോറ്റിയാവുന്നു. കുഞ്ചമൻ പോറ്റിയുടെ ഒരു ചരിത്രം തന്നെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രതീക്ഷ കൂടും. സിനിമ എന്താണെന്നുള്ളത് ഏകദേശം ഈ സിനിമയിലല്ല എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ പറയുന്നത്, ഭയങ്കര സംഭവം തന്നെയാണ്. അത് അങ്ങനെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒറിജിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതെ. ഓക്കെ. എന്താണെങ്കിലും ഫെബ്രുവരി 15-ന് ഒറ്റ സിനിമ മാത്രമേ ഉള്ളൂ. ആഘോഷിക്കാൻ അത് വളരെ വലിയതായിട്ട് വലിയ ഒരു സംഭവമായിട്ട് തന്നെ വരുന്നു. നമ്മൾ പറഞ്ഞാക്കിയതല്ല, വലിയ സംഭവമായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ ഹൈപ്പ് കയറ്റുന്നതാണ് ഓരോരുത്തരും പറയുന്നത്. പല സമയങ്ങളിലും നമുക്ക് തന്നെ തോന്നുന്നത് ഇനി നമ്മൾ തന്നെയാണോ ഹൈപ്പ് കയറ്റുന്നത്? അല്ല, ഇവരെല്ലാരും പറഞ്ഞു ഇപ്പൊ ഏതൊരു സിനിമയ്ക്കും അങ്ങനെയാണെങ്കിൽ നമ്മളെ വിളിക്കും കേട്ടോ മിക്കവാറും ഹൈപ്പ് കയറ്റണം. ഈ മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ വിജയ്, രജനീകാന്ത് ഇങ്ങനെയുള്ള സിനിമകൾക്കല്ലേ ഇത് കയറുന്നുള്ളൂ. അതെ, എന്താ ചെറിയ സിനിമകൾ നമ്മൾ പറഞ്ഞിട്ട് കയറുന്നില്ലല്ലോ. അതിനകത്ത് വേറൊരു കാര്യം, നോർമലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. മമ്മൂട്ടി, മോഹൻലാൽ, എന്താ പറയാ, രജനീകാന്ത്, വിജയ്, സൂര്യ, ദുൽഖർ, ഇനിയിപ്പം ആരൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ അവരുടെ പേരിന് തന്നെയുണ്ട് ഒരു ഹൈപ്പ്. അവർ ചെയ്യാൻ പോകുന്ന സിനിമകൾ വരുമ്പം ഇത് മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഹൈപ്പായി, അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഹൈപ്പായി. അത്രേ ഉള്ളൂ. നമ്മളായിട്ടൊന്നും എല്ലാം അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. അത് കാരണം ഇല്ലല്ലോ, വ്യൂസ് നന്നായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോ വേറെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ രീതിയിലുള്ള അപ്ഡേറ്റ്സുകളും വരും. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇതിന്റെ ഹൈപ്പ് കയറിയതാണ്, പറയാണ്ടോ? ഫസ്റ്റ് ലുക്ക് നമ്മൾ കണ്ടതല്ലേ, അതിൽ തന്നെ ഒരു രക്ഷയില്ലാത്ത ഓൾറെഡി ഹൈപ്പ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പം അതിലേക്ക് നമ്മളാന്ന് പറയരുത്, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഫെബ്രുവരി 16-ാം തീയതി 2 സിനിമകളാണ് മലയാളത്തിൽ നിന്ന് തന്നെ വരുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമ്മൽ ബോയ്സ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതാണ്ട് ഇത് വിജയിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് സുഷീൻ ശ്യാം തന്നിട്ടുണ്ട്. ആളാണ് ഇതിന്റെ BGM ചെയ്യുന്നത്, അത് മ്യൂസിക് ചെയ്യുന്നത്. ആള് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്രം സംസാരിക്കുന്നതാണ്. രോമാഞ്ചം, കണ്ണൂർ സ്ക്വാഡ്, ഭീഷ്മപർവം, നീണ്ടു കിടക്കുന്നു ആളുടെ ലിസ്റ്റ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ തന്നെയാണ് കേട്ടോ. നമ്മുടെ സൗബിനുണ്ട്, പിന്നെ ആരായിരുന്നു, ഗണപതി ഉണ്ട്, ശ്രീനാഥ് ബാസി, ഗണപതി, അങ്ങനെ കുറെ ഉണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുന്നത്. അതെ, അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പൊ 16-ാം തീയതി മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ട്. ഇതൊരു സർവൈവൽ ത്രില്ലർ ആണെന്നാണ് കേട്ടോ. ഓക്കെ, എന്തായാലും കാണാം. പിന്നെ ഫെബ്രുവരി 16-ന് മറ്റൊരു സിനിമ ഉണ്ട്, തുണ്ട്. തുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി അടിച്ചു കഴിഞ്ഞാൽ വേറെ സംഭവങ്ങളാണ് വരുന്നത്. പക്ഷെ ബിജു മേനോൻ തുണ്ട് മൂവി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അതെ, റിയാസ് ഷെരീഫാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. സിനിമേന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ട്രെയിലറാണ് വന്നിട്ടുണ്ടായിരുന്നത്. കിട്ടുന്ന സാധനം. അതെ, നമ്മള് കണ്ടന്റ് വൈസ് ഒരു വ്യത്യസ്തമായ ഐറ്റാണ്. അതെ, പക്ഷെ നമ്മളതിന്റെ റിയാക്ഷൻ ചെയ്യാൻ നിന്നു, പക്ഷെ കോപ്പിറൈറ്റ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ എന്താ വൈകി, അതുകൊണ്ടാണ് ഒരു ദിവസം നമുക്ക് ലേറ്റ് ആയി പോയായിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ചെയ്തിട്ട് പിന്നെ കാര്യമില്ല. എന്തായാലും തുണ്ട് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ. ഷൈൻ ടോപ്പ് ചാക്കോയും ഉണ്ട് കേട്ടോ, ഒരു പ്രധാനപ്പെട്ട റോള് സിനിമയില്. എന്താണ് ഇത്രയും പറഞ്ഞതിനകത്ത് ഇല്ലാതിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെ ലിസ്റ്റിൽ വന്നിട്ടില്ല, വെയിറ്റിംഗിലായിരുന്നു. അല്ല, ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് സിനിമകളുണ്ടല്ലോ.
ഫെബ്രുവരി 16 വേറെ സിനിമ, അതായത് പ്രേമലു ഫെബ്രുവരി 16 ഫെബ്രുവരി വരും എന്നുള്ള കേൾക്കുന്നുണ്ട് കേട്ടോ, കൺഫേം ഒന്നും അല്ല കേട്ടോ. ഫെബ്രുവരി 16 ആയിരിക്കും എന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്, അല്ലാതെ ഒഫീഷ്യലായിട്ടും വന്നിട്ടില്ല. പക്ഷെ ഫെബ്രുവരി റിലീസ് ആയിട്ടാണെന്നുള്ളതാണ് ഇവർ അനൗൺസ് ചെയ്തിരുന്നത്. അതെ, ഇനി ഫെബ്രുവരി 16 പക്ഷെ തമിഴിൽ നിന്നുണ്ട് സിനിമ സൈറൻ. ജയൻ രവി നായകനാകുന്ന സിനിമയാണ്. സിനിമയില് നമ്മുടെ മലയാളി രണ്ടുപേരും മലയാളി. സുരേഷ് ഉണ്ട്, ആളാണിതിൽ പോലീസ് ഓഫീസറായിട്ട്, അതായത് അന്വേഷിക്കുന്ന ആളായിട്ടും അത് വരുന്നത്. എന്താകുമോ എന്തോ. പിന്നെ അനുപമ പരമേശ്വരൻ ആളും ഇതിലൊരു പ്രധാന റോളിലെത്തുന്നുണ്ട്. സൈറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറൻ ആംബുലൻസിന്റെ ഒക്കെ ഒരു സാധനം. അതെ, ഇനി സിനിമ കഴിഞ്ഞതിന് ശേഷം സൈറനിട്ട് അങ്ങ് പോകും അറിഞ്ഞൂടാ, നിലവിളി ശബ്ദം വിടൂ എന്ന് പറഞ്ഞ് ജഗദീശേട്ടൻ കേൾക്കുന്നില്ലേ മിന്നാരത്തില്, അതുപോലെ പോക്ക് പോകുന്ന അറിഞ്ഞൂടാ. ആന്റണി ഭാഗ്യരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും 16 തീയതി, അപ്പൊ 2 മലയാളത്തിന്റെ കൂടെ ഒരു തമിഴ് കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് ഫെബ്രുവരി 22 തീയതി. അതും നമ്മൾ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ എവിടെ സെർച്ച് ചെയ്താലും കാണുന്നത് ഫെബ്രുവരി മാസം റിലീസായിട്ട് എത്തും. തങ്കമണി രതീഷ് രഘുനന്ദൻ സിനിമ സംവിധാനം ചെയ്യുന്നു. നമ്മുടെ ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ്, ആളുടെ സംവിധാനത്തിലോട്ടോ. യെസ്, ഒരു ഫാൻ ബോയ് സിനിമയാണ്. ആള് ഭയങ്കര ദിലീപ് ഫാനാണ്. ദിലീപിന്റെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് വിചാരിക്കാം. ഇതിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ടീസർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ അത്ര അങ്ങോട്ട് പിന്നോട്ടാണ്. അതായത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച സിനിമയായിരുന്നു. കാരണം തങ്കമണി കേസ്, അതായത് റിയൽ ബേസ്ഡ് സംഭവമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സിനിമ എന്നുള്ളതായിരുന്നു കേട്ടിരുന്നത്. സംഭവം അത് തന്നെയാണ്, പക്ഷേ ഒരുക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലാണോ ഒരു സംശയമുണ്ട്. അതായത് ചെസ് പോലെ, റിവെഞ്ച് സ്റ്റോറി പോലെ. അതെ, റിവെഞ്ച് ആവാം, പക്ഷെ അത് കുറച്ച് കാലത്തിന് ശേഷം വേറെ രൂപത്തിലൊക്കെ വന്ന് അങ്ങനെ റിവെഞ്ച് ചെയ്യുന്നത് ഒരു സീരിയൽ കില്ലറൊക്കെ ആയിട്ട്. എന്തായാലും നോക്കാം, വരട്ടെ. അതാണെങ്കിലും ഈ ഫെബ്രുവരിയിൽ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അറിഞ്ഞൂടാ ഡേറ്റ്. 22-നായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന ന്യൂസുകളൊക്കെ. ഒഫീഷ്യലി ആയിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ 23 തീയതി വരാനിരിക്കുന്നത് തലവൻ, ജിസ് ജോയ് സിനിമയാണ്. ജിസ് ജോയിയുടെ ഒരു വേറിട്ട രീതിയിലുള്ള ഒരു സിനിമ. ആളൊന്ന് ഈ ഫീൽ ഗുഡിൽ നിന്നൊന്ന് മാറിയിട്ട് യെസ് ഒന്ന് നന്നാവാനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു. വേറെ റേറ്റും പിടിച്ചിട്ടുണ്ട്. അതായത് ബിജു മേനോനും ആസിഫ് അലി നായകന്മാരാവുന്ന സിനിമയാണ് തലവൻ. ആരാണ് ഇതിൽ തലവൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഇത്രയും സിനിമകളാണ് കേട്ടോ. ഒരു 10-12 ഉണ്ട് നമ്മുടെ അറിവിൽ റിലീസിനുള്ളത്. 12 അല്ല, 10-14 ഉണ്ട് ഇപ്പൊ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, എടുക്കണം. എന്തെടുക്കണം? ടിക്കറ്റ് അല്ലേ? ടിക്കറ്റ് എടുത്താലേ കാണാം. പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ലോൺ എടുക്കണം. ഇത് അങ്ങനെയാണെങ്കിൽ നീ 2 ലോൺ നേരത്തെ എടുത്തു വെച്ചോ. ഇത് ഫെബ്രുവരിയിലെ മാത്രമാണ്. മെയ്യിലേക്ക് അല്ല, മെയ് അല്ല, ഏപ്രിലേക്ക് ഒരു ലോണ്, 1.5 ലോണിനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.